എല്ലാം ഞാൻ ഒറ്റയ്ക്ക്. ഏജന്റ്മാര്, കൺസൾട്ടന്റ്മാര്, ഫ്രീലാൻസേഴ്സ്, പുതിയതായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കും അവരുടെ ബിസിനസ് റൺ ചെയ്ത്. അപ്പോൾ ഇതിന്റെ ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, ഫിനാൻസ് എല്ലാം ഇവര് തനിച്ചായിരിക്കും ഹാൻഡിൽ ചെയ്യും. അപ്പൊ മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും അവരെ സംബന്ധിച്ച്. ഇതുപോലത്തെ സംരംഭകരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയൊരു പരിപാടിയാണ് സോൾ ബിസ് ബ്രാൻഡിങ് എന്നത്. സോൾ ബിസ് ബ്രാൻഡിങ്ങിൽ നാല് കാര്യങ്ങൾ ബേസിക് ആയിട്ട് ചെയ്തു തുടങ്ങും. ഒരു ബിസിനസ് നെയിം കണ്ടെത്തുക, ആകർഷകമായൊരു ലോഗോ, പിന്നെ നല്ല പ്രൊഫഷണൽ ബിസിനസ് കാർഡ്, ഒരു നല്ല സോഷ്യൽ മീഡിയ ബിസിനസ് പ്രൊഫൈൽ, ആകർഷകമായ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പേര് കണ്ടെത്തുക. അതുപോലെ പേര് ട്രേഡ് മാർക്ക് കൺസൾട്ടൻസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക, അത് അവൈലബിൾ ആണോ എന്നുള്ളത്. അതുപോലെ ലോഗോ വളരെയധികം ഡെക്കറേഷനും ഡിസൈനും വേണമെന്ന് നിർബന്ധമില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലോഗോ മതി. കാരണം ഇന്നത്തെ കാലത്ത് ഫോൺ പോലുള്ള ചെറിയ ഡിവൈസുകളിൽ വിസിബിൾ ആവുന്ന രീതിയിൽ വേണം ലോഗോ ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യാൻ. പെട്ടെന്ന് റീഡബിൾ ആവുന്ന ടൈപ്പ് ഉള്ള ലോഗോ. 1-to-1 മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ, അതുപോലെ മറ്റ് നെറ്റ്വർക്ക് മീറ്റിങ്ങിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത്യാവശ്യം ബിസിനസ് കാർഡ് കൂടുതലും നമ്പേഴ്സ് അടിച്ച് കൈ തരുക. സോഷ്യൽ മീഡിയ ആഴ്ചകളിൽ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ക്ലയന്റ് ടെസ്റ്റിമോണിയൽസ്, നമ്മുടെ പുതിയ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ്, പുതിയ ഓഫേഴ്സ്, ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ വാട്സപ്പ് യൂസ് ചെയ്യുക. വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യാൻ നോക്കുക. അഞ്ചാമതൊരു കാര്യം, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റ് തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടങ്ങി വയ്ക്കുക. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. കൂടുതൽ സംശയങ്ങൾക്ക് നമ്മളെ കൺസൾട്ട് ചെയ്യാം. കണക്ട് ചെയ്യാം ഡിസൈൻമെന്റ് വർക്സിലേക്ക്.